ആ മനുഷ്യൻ ആരും കാണാതെ പെൺകുട്ടിയെ എടുത്ത് കാറിലിരുത്തി നേരെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പെൺകുട്ടി ഒന്നും കാണാതിരിക്കാൻ അവളുടെ തല മൂടി ഒരു രഹസ്യ മുറിയിൽ പൂട്ടി. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ മുറി നിർമ്മിച്ചിരിക്കുന്നത്. പെൺകുട്ടിക്ക് ബോധം വന്നപ്പോൾ തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് പൂട്ടിയിരുന്നു. 2 മണിക്കൂറിന് ശേഷം ആ മനുഷ്യൻ ഒരു ബെഡ് കൊണ്ടുവന്ന് അവളോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് ടിവിയിൽ അവളെ കാണാതായ വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. സുരക്ഷാ സംഘം അവളെ എല്ലായിടത്തും തെരയാൻ തുടങ്ങി. പക്ഷെ അവളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. കൊണ്ടുപോകുമ്പോൾ മറ്റൊരു പെൺകുട്ടി അവനെ കണ്ടിരുന്നു. അവൾ നൽകിയ വണ്ടി നമ്പറിൽ നിന്ന് പോലീസ് അയാളുടെ വീട്ടിലെത്തി. അവർ കാർ തിരഞ്ഞു, പക്ഷെ കാറിൽ മാലിന്യം മാത്രമാണ് കണ്ടെത്തിയത്. അവർ വീടിനുള്ളിലെത്തിയപ്പോൾ പോലീസ് രഹസ്യ റൂമിന്റെ വാതിലിൽ ചവിട്ടി. ഇപ്പോൾ പിടിക്കപ്പെടുമെന്ന് ആ മനുഷ്യൻ കരുതി, പക്ഷെ പോലീസുകാരൻ അത് ശ്രദ്ധിച്ചില്ല. ഫോട്ടോ എടുത്തുപോയി. എല്ലാ ദിവസവും അയാൾ പെൺകുട്ടിയോട് ഒരു കഥ പറയുകയും അവൾക്ക് കഴിക്കാൻ എല്ലാം നൽകുകയും ചെയ്യും. ഇങ്ങനെ 6 മാസം കടന്നുപോയി. അമ്മയ്ക്ക് അയക്കാൻ അവൾ ഒരു കത്ത് എഴുതി, പക്ഷേ ആ മനുഷ്യൻ കത്ത് കീറിക്കളഞ്ഞു. പെൺകുട്ടി എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ മാതാപിതാക്കൾ എനിക്ക് പണം തന്നില്ലെന്ന് ആ മനുഷ്യൻ കള്ളം പറഞ്ഞു. അയാൾ പോയപ്പോൾ പെൺകുട്ടി ടൂത്ത് പേസ്റ്റ് പുരട്ടി പരിക്കേറ്റതായി നടിച്ചു. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവളുടെ നുണ കണ്ടെത്തി 2 ദിവസം അവളെ പട്ടിണിക്കിട്ടു. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സായി. 2ാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യും.